ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ ഒരു മരണം. കർണാടക ആവേരി സ്വദേശി ഹരിഹരനാണ് മരിച്ചത്. എരുമേലി കണമലയിൽ വെച്ചുണ്ടായ അപകടത്തിൽ 6 പേരുടെ നില ഗുരുതരമാണ്. തല കീഴായി കിടക്കുന്ന ബസ് ഉയർത്താൻ ക്രെയിൻ സംവിധാനങ്ങൾ ഉടൻ എത്തിക്കും. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നു ആശുപത്രിയിൽ നിന്നും. അഭിലാൽ, ആശുപത്രിയിൽ തുടരുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈ അതീവ ഗുരുതരമായി തുടരുന്നവരുടെ സ്ഥിതിയെക്കുറിച്ച് ഡോക്ടർമാർ എന്താണ് പറയുന്നത്? പേരുമായി കഴിഞ്ഞ ദിവസം കർണാടക ഹങ്കലിൽ നിന്നും പുറപ്പെട്ട തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം രാവിലെ 6:10 കൂടി കണമലയ്ക്ക് സമീപം അട്ടിമല വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയാണ് ഉണ്ടായത്. റോഡിലേക്ക് തന്നെ മറിഞ്ഞ വാഹനം നിരങ്ങി നീങ്ങി താഴത്തെ തുണ്ടിലേക്ക് മറിയുകയായിരുന്നു. ഇവിടെ ക്യാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചില്ല. അതാണ് വാഹനം നിയന്ത്രണം വിട്ടു എങ്കിലും അടുത്ത കുഴിയിലേക്ക് മറിയാനും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനും ഇടയാക്കിയത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അസീസി ആശുപത്രിയിൽ നിലവിൽ 9 പേർ മാത്രമാണുള്ളത്. ഇവരുടെ ആരുടെയും നില ഒട്ടും തന്നെ സാരമുള്ളതല്ല. ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത്. ഇവർ ബന്ധുക്കളായി ഒപ്പം ഉണ്ടായിരുന്ന ചിലരൊക്കെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ സന്ദർശിക്കാൻ വേണ്ടി പോകാനുള്ള ഒരുക്കത്തിലാണ്. 4 കുട്ടികളുണ്ട്. ബാക്കി 5 പേർ മുതിർന്ന ആളുകളാണ്. ഇവരൊക്കെ തന്നെ യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. ആന്റണി MP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർക്ക് യാത്രയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുമുണ്ട്. നമസ്കാരം സാർ. ഇനി ഇവരുടെ മടക്കയാത്രയെ സംബന്ധിച്ച് അങ്ങ് ഇടപെട്ട് ക്രമീകരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു. ഇവർക്ക് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഇവർക്കൊരു കുറച്ച് പേഷ്യൻസിനൂടെ പോകാനുണ്ട്. അതിനുള്ള ആംബുലൻസ് ഇപ്പോൾ തന്നെ റെഡിയായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വന്ന ആളുകൾക്ക് ചെറിയ പരിക്കുള്ള ആളുകൾക്കൊക്കെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി പോരണം. അത് ട്രെയിൻ എത്തുന്ന ഏരിയ അല്ല, ബെല്ലാരി മേഖലയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബസ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അറേഞ്ച് ചെയ്തിട്ട് ആ വാഹനത്തിൽ തന്നെ ഇവരുടെ ലഗേജുകളെല്ലാം ഉണ്ട്. അതെല്ലാം എടുത്ത് ചെറിയ പരിക്കുള്ള ആളുകൾക്കെല്ലാം അവർക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ക്രമീകരണം ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും 7.5 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരെല്ലാം ആദ്യം ഈ മേഖലയിലേക്കാണ് എത്തിച്ചത്. നമ്മുടെ ഇവിടെ കൊണ്ടുവന്നതിൽ എത്ര പേരെ റെഫർ ചെയ്തിട്ടുണ്ട്? അവരുടെയൊക്കെ സ്ഥിതി ഇപ്പോൾ ഈ നവീൻ എന്ന് പറഞ്ഞ ഡ്രൈവറുടെ കാലടക്കം കുടുങ്ങി കിടക്കുക, ഏറ്റവും അവസാനം പുറത്തിറക്കി അദ്ദേഹത്തെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് സ്ഥിതി? വലിയ കുഴപ്പങ്ങളില്ല. അത്യാവശ്യം പ്രാഥമികമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തു വിട്ടിട്ടുണ്ട്. പിന്നെ എമർജൻസി ആയ ആൾക്കാരെ ആദ്യം തന്നെ റെഫർ ചെയ്ത് പിന്നെ പരിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെഫറൻസ് നോക്കുന്നത്. അത്യാവശ്യം എല്ലാവരും തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. പിന്നെ പരിക്കും അത്യാവശ്യം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യകത ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും പൊക്കോളാൻ പറഞ്ഞതിൻ്റെ എല്ലാവർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ലപോലെ തന്നെ നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ അപകടത്തിൽ മരിച്ചത് മാരുതി എന്ന തീർത്ഥാടകനാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇവിടെ തന്നെ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എരുമേലി പോലീസ് എത്തിയ ശേഷം ഇൻക്വസ്റ്റും തുടർ നടപടികളും ഉണ്ടാകും. എന്തായാലും പരിക്കേറ്റ തീർത്ഥാടകരായിട്ടുള്ള ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ജനപ്രതിനിധി ആന്റണി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ശബരിമല പാതയിൽ ഉള്ളവരായിരുന്നോ ഈ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരുന്നോ ഈ സംഘാംഗങ്ങൾ എല്ലാവരും? ചോദ്യം ആവർത്തിക്കണം. സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോ അങ്ങനെ തുടങ്ങി അടുപ്പമുള്ള മനുഷ്യരായിരുന്നില്ലേ ഇവർ ഈ 32 പേരും? മുഴുവൻ തീർത്ഥാടകർ തമ്മിൽ നേരിട്ട് പരിചയമോ ബന്ധമോ ഉള്ളവരല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ചേർന്ന 32 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം യാത്ര പുറപ്പെട്ടത്. മുഴുവൻ പേരുടെയും വിശദാംശങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല ബോധാവസ്ഥയിലുള്ള ആളുകൾക്ക് പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. 32 പേരുണ്ട് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അപകടത്തിൻ്റെ വലിയൊരു ആഘാതത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇവരെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞത് വാർത്ത നൽകരുത്, ഏതെങ്കിലും തരത്തിൽ മലയാളം മീഡിയ വഴി അവരുടെ നാട്ടിലെ മറ്റ് മാധ്യമങ്ങൾ ഈ വാർത്തയെ അറിയുകയും വീട്ടിൽ ബന്ധുക്കളൊക്കെ തന്നെ ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇവർ ഹോസ്പിറ്റലിൽ നിന്നും നൽകിയ വിവരങ്ങൾ ആണ് നമ്മൾക്ക് നൽകാൻ കഴിയുന്നത്. നേരിട്ടവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സ്ഥിതിയുണ്ട്. ശരി അഭിലാൽ, അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നവരുണ്ട് ആശുപത്രിയിൽ. അവരുടെ ആരോഗ്യ നിലയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്നും നിതിൻ ചേരുന്നുണ്ട്.
നിതിൻ, സംഭവം നടന്നത് ഇന്ന് പുലർച്ചെയാണ്. അപകടകരമായ ഒരു വളവാണ് അവിടെ. ഒരുപാട് അപകടങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വാഹനം നേരെ വയ്ക്കാൻ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ശ്രമങ്ങൾ നടത്തി അത് വിജയിച്ചതായ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്താണ് നടപടികൾ? ഇനി ഈ വാഹനം ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഈ വാഹനത്തിന് എന്താണ് ശരിക്കും സംഭവിച്ചത്, അതായത് വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ, വേഗതയായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നമുക്ക് എത്തുമ്പോൾ ഈ സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു വളവാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ബാരിക്കേഡുകൾ അത്ര സജീവമായ ബാരിക്കേഡുകൾ ഉണ്ട് എന്ന് പറയാമെങ്കിലും അത്ര സജീവമായ ബാരിക്കേഡുകളോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടുവരുന്ന വാഹനങ്ങൾ ഇടിച്ച് കുഴിയിലേക്ക് താഴ്ചയിലേക്ക് മറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും അങ്ങനെയുള്ള ആളുകൾ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനം ഇപ്പോൾ ഉയർത്തി വാഹനത്തിലുണ്ടായിരുന്നവരെല്ലാം രക്ഷപ്രവർത്തനം നടത്തി ഇവിടുന്ന് മാറ്റിയതിനു ശേഷം വാഹനം ഉയർത്തി റോഡ് സൈഡിൽ തന്നെയാണ്. അത്യാവശ്യം വാഹനം ഉയർത്തുന്നതിൻ്റെ റോഡിലും ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരുന്നു. അതെല്ലാം ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അല്പസമയത്തേക്ക്. എങ്കിലും തലകീഴായി മറിഞ്ഞ വാഹനം അത് നിവർത്തി വയ്ക്കാൻ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് പ്രവൃത്തികളൊക്കെ പൂർത്തിയായിരിക്കുന്നു. വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്. ആശുപത്രിയിൽ നിന്ന് CK അഭിലാലും വിശദാംശങ്ങൾ നൽകി. രണ്ടാൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു.